സഭയിലുണ്ടാകേണ്ടത് മതമല്ല, സഭയിലുണ്ടാകേണ്ടത് ആത്മീയതയാണ്. ആ ആത്മീയതയ്ക്ക് പകരം നിൽക്കുന്ന ചിലത് നമുക്ക് നൽകി നമ്മളെ സംതൃപ്തരാക്കുന്ന, റിലീജൻ്റെ പ്രശ്നം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അതൊരു ഓപ്യമാണ്, അത് മയക്കുമരുന്ന് പോലെയാണ്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിയാലിറ്റിയുടെ ലോകത്തിൽ നിന്ന്, യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിൽ നിന്ന് ഒരു മായിക ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. പക്ഷേ അതൊരു മായിക ലോകമാണെന്ന് അവിടെ ഉള്ളവൻ മനസ്സിലാക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് അവരാണ് യഥാർത്ഥ ലോകത്തിൽ എന്നാണ്. ഇതുപോലെ സഭയിലേക്ക് മതം കൊണ്ടുവരുമ്പോൾ ആ മതത്തെ പിന്തുടരുന്നതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ദിസ് ഈസ് ട്രൂ സ്പിരിച്വാലിറ്റി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ആത്മീയതയിലേക്ക് പോകാൻ അവർക്ക് ഒരു താല്പര്യവും ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞില്ല, മതത്തിൻ്റെ ഒരു വലിയ പ്രോബ്ലം അതാണ്. മനുഷ്യന് ദൈവത്തോടടുക്കാൻ എന്താണ് മാർഗമെന്ന് മനുഷ്യന് തോന്നുന്ന കാര്യങ്ങളാണ് മതം. അതായത് ഞാൻ ചിന്തിക്കുകയാണ് ഇത് ചെയ്താൽ ദൈവത്തിന് പ്രസാദമായിരിക്കും, അങ്ങനെ ഞാനതങ്ങ് ചെയ്യുക. പക്ഷേ അതായിരിക്കണമെന്ന് നിർബന്ധമില്ലെന്നല്ല, മിക്കപ്പോഴും അതായിരിക്കില്ല. ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിനിത് പ്രസാദകരമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സഭയിലേക്ക് ഇത് വരുമ്പോഴുള്ള ഏറ്റവും വലിയ അപകടം, യഥാർത്ഥ ആത്മീയതയെ സഭയിൽ അതിലേക്കുള്ള ഒരു ആഗ്രഹം പോലും മനുഷ്യനില്ലാതെ പോകുന്നു. കാര്യം ഇവൻ സാറ്റിസ്ഫൈഡാണ്. ഈ മതത്തിൻ്റെ പ്രവൃത്തികളിൽ ഇവൻ സാറ്റിസ്ഫൈഡാണ്, അവൻ സംതൃപ്തനാണ്. അതാണ് വഞ്ചന, അതാണ് ഏറ്റവും വലിയ വഞ്ചന. ഞാൻ പറഞ്ഞു, അത് കയ്യിൻ്റെ വഴി എന്ന് പറയുമ്പോൾ അത് വഞ്ചനയുടെ വഴിയാണ് എന്ന് പറയാൻ കാര്യം ഇതാണ്. ഒരിക്കലും ഇവന് ഒരു സംതൃപ്തി നമുക്കുണ്ടാകുന്നു. സ്പിരിച്വാലിറ്റി അല്ല, റിലിജ്യനാണ് ഇത്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് വി ഹാവ് ബോഡി, വി ഹാവ് സോൾ, വി ഹാവ് സ്പിരിറ്റ്. നമുക്ക് ശരീരമുണ്ട്, നമുക്ക് ദേഹിയുണ്ട്, നമുക്ക് ആത്മാവുണ്ട്. ശരീരത്തിന് ശരീരത്തിൻ്റേതായുള്ള ദാഹങ്ങളുണ്ട്. വിശപ്പുണ്ട്, ദാഹമുണ്ട്, തണുപ്പുണ്ട്, ചൂടുണ്ട്. തണുക്കുകയാണെങ്കിൽ നമ്മൾ പുതയ്ക്കും, ചൂടാണെങ്കിൽ നമ്മൾ ഫാനിടും. ഇതെല്ലാം ശരീരത്തിൻ്റെ നീഡാണ്, ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളുമാണ്. ഇതെല്ലാം ഉണ്ട്. അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സ്ത്രീ പുരുഷ ബന്ധം, ഇതെല്ലാം ഇതിനകത്തുള്ള കാര്യങ്ങളാണ്. അത് ദീസ് ആർ ബേസിക്കലി, അതിനകത്തെല്ലാം അതിൻ്റെ മുകളിലേക്ക് കയറത്തില്ലെന്നല്ല, അടിസ്ഥാനപരമായി ഇതുപോലെ ശരീരത്തിൻ്റെ ഓരോ നീഡ്സും നമുക്കുണ്ട്. ആ നീഡ്സിനെല്ലാം ദൈവം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റെമഡിയും വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് പോയാൽ തെറ്റാം. അതിനകത്ത് നിന്ന് വേണം നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ആവശ്യത്തെയും നമ്മൾ നിർവഹിക്കാനായിട്ട്. ഇനി അതിനപ്പുറത്ത് നമ്മളുടെ ദേഹിയുണ്ട്. ദേഹി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ്, ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധി, നമ്മളുടെ ഇമോഷൻസ്, നമ്മളെ എല്ലാ കാര്യങ്ങളും ഈ ദേഹിയിലാണ്. എൻ്റർടൈൻമെൻറ്റ് ദേഹിയിലാണ്. അപ്പോൾ നമുക്കതിനെല്ലാം ഉള്ളൊരു ദാഹമുണ്ട്. ദാഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാനുള്ള ഒരു മോഹം എല്ലാവർക്കും ഉണ്ട്. ഏത് കാര്യത്തെക്കുറിച്ചും അറിയണമെന്നുള്ള മോഹം നമുക്കുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് നല്ലൊരു കറി വെച്ചാൽ ഉടനെ സഹോദരി ചോദിക്കും, സിസ്റ്റർ ഇതെങ്ങനെയാണ് വെച്ചത്, എന്താ ഇതെങ്ങനെയാണ് വെച്ചതെന്ന് അറിയാൻ നമുക്കൊരു ആഗ്രഹം. അത് നമ്മുടെ ദേഹത്തിൻ്റെ അല്ല, ദേഹിയുടെ മോഹമാണ്, അറിയാനുള്ള ആഗ്രഹം. അതെന്താ അങ്ങനെ സംഭവിച്ചത്, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരീരത്തിൻ്റെ ആവശ്യമായിട്ടല്ല, ആ കുഞ്ഞിൻ്റെ ദേഹിയുടെ നീഡാണ്. അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോളജ് കൊണ്ടാണ്. ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ അറിവ് പകർന്നു കൊടുക്കുന്നു. അത് ദേഹിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇൻ്റലിജൻസ് ദേഹിയുടെ ഭാഗമാണ്. ഇനി അത് തന്നെയല്ല, എൻ്റർടൈൻമെൻറ്റ് അതും ദേഹിയുടെ ഭാഗമാണ്. നമ്മളെന്തിനാണ് ടി വി കാണുന്നവർ എന്തിനാണ് കാണുന്നത്? എൻ്റർടൈൻമെൻറ്റാണ്. നമ്മൾ ദേഹിയുടെ നീഡാണ് എൻ്റർടൈൻമെൻറ്റ്. എന്നും ഇങ്ങനെ ഒരേ കാര്യങ്ങൾ മൊണോട്ടണസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നാച്ചുറലി നമുക്ക് മടുപ്പുണ്ടാകും. അന്നേരം നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം. നമ്മളെന്തിനാണ് മൂളിപ്പാട്ട് പാടുന്നത്? പാട്ട് പാടിയില്ലെങ്കിൽ നമുക്ക് ദാഹിക്കുമോ? ഇല്ലല്ലോ. പാട്ട് പാടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നീഡല്ല, പാട്ട് പാടുന്നത് നമ്മുടെ ദേഹിയുടെ നീഡാണ്. നമുക്കൊരു വി നീഡ് സം കൈൻഡ് ഓഫ് എൻകറേജ്മെൻറ്റ്, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യണം. നമ്മൾ പാട്ട് കേൾക്കുന്നതും പാട്ട് പാടുന്നതും ടി വി കാണുന്നതും എല്ലാം എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്.
ആളുകൾ അതുകൊണ്ട് അതിന് ഓരോ രീതിയിലും അതവർ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നാടകം കാണുന്നു, സിനിമ കാണുന്നു, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഡിസ്കോ ഡാൻസ് കളിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദേഹിയുടെ നീഡാണ്. അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളതുണ്ട്, ലെജിറ്റിമേറ്റ് അല്ലാത്ത കാര്യങ്ങളുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ദൈവം അനുവദിക്കാത്തതായ കാര്യങ്ങളുണ്ട്. എൻ്റെ ദേഹിയുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള ദാഹം ദൈവികമായി വേണം ഞാൻ സാറ്റിസ്ഫൈ ചെയ്യാൻ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ നമ്മളെ ഇമോഷണൽ നീഡ്സ് ഉണ്ട്. എനിക്ക് എൻ്റെ എല്ലാ ഇമോഷണൽ നീഡ്സും വരുന്നത് എൻ്റെ ദേഹിയിലാണ്. എനിക്ക് ആളുകളെ സ്നേഹിക്കണം, എനിക്ക് സ്നേഹം കിട്ടണം, എനിക്ക് ആളുകളുടെ സൗഹൃദം വേണം, കൂട്ടായ്മ വേണം, എല്ലാം ഇമോഷണലാണ്. എൻ്റെ അപ്പനോട് എനിക്ക് സ്നേഹമുണ്ട്, അമ്മയോട് സ്നേഹമുണ്ട്, എൻ്റെ സഹോദരങ്ങളോട് സ്നേഹമുണ്ട്, എൻ്റെ ഭാര്യയോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ സൗഹൃദമുണ്ട്. സ്നേഹം, സൗഹൃദം ഇതെല്ലാം ദേഹിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ദേഹിയിൽ തന്നെ ചിലപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വികാരങ്ങളും വരുന്നു. പക, പിണക്കം, കോപം, ക്രോധം ഇതെല്ലാം സംഭവിക്കുന്നത് ദേഹിയിലാണ്. അപ്പോൾ ദേഹിയിൽ നമ്മളെ ഇമോഷൻസ്, നമ്മളെ ബുദ്ധിയുണ്ട്, നമ്മളുടെ ഇമോഷൻസ് ഉണ്ട്, നമ്മുടെ വില്ലുണ്ട്. വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനശക്തി. കാര്യം നമ്മുടെ ഇമോഷൻസിനെ ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, വില്ലുണ്ട്. എനിക്ക് സ്നേഹം ഒരാളോട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്നേഹം പ്രകാശിപ്പിക്കുവാൻ ഒരു തീരുമാനമുണ്ട്. തീരുമാനശക്തിയും നമ്മൾ എടുക്കുന്നത് ദേഹിയിലാണ്, തീരുമാനം. അപ്പോൾ അതും ദേഹിയിലുള്ളൊരു കാര്യമാണ്. ഇനി അതേപോലെ തന്നെ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഹിയിലുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ ദൈവം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. അപ്പോൾ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ ദൈവിക വേർപാടിൻ്റെ, അത് ചിലപ്പം മനഃപൂർവ്വമായിരിക്കണമെന്നില്ല, ഒരു വേദന നമുക്കുണ്ട്, എന്തോ ഒരു ശൂന്യതയുണ്ട്. അതെല്ലാ മനുഷ്യനിലും ഉണ്ട്. ദൈവവുമായിട്ട് യോജിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു ശൂന്യത നമ്മുടെ ഹൃദയത്തിൽ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ ദേഹിയിലുണ്ട്. ഈ ശൂന്യത നികത്താൻ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? മറ്റു പല കാര്യങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കാൻ നോക്കും. ദേഹിയിൽ, ആ ദേഹിയിൽ നമ്മളത് നിറയ്ക്കുന്നതാണ് റിലിജ്യൻ. മതം കൊണ്ടാണ് അതിനെ നമ്മൾ നിറയ്ക്കാൻ നോക്കുന്നത്. അതെല്ലാ മതങ്ങളിലുമുണ്ട്. ദേഹിയെ നിറയ്ക്കുന്ന, ഫില്ല് ചെയ്യുന്ന, അല്ലെങ്കിൽ ദേഹിയുടെ ദാഹത്തെ അല്ലെങ്കിൽ അശൂന്യതയെ നിറയ്ക്കുന്നതായ കാര്യങ്ങൾ. അതിനാണ് ആളുകൾ ആരാധനാലയങ്ങളിൽ പോകുന്നത്, അമ്പലത്തിൽ പോകുന്നതും, മോസ്കിൽ പോകുന്നതും, പള്ളിയിൽ പോകുന്നതും, സഭാ ഹാളിൽ വരുന്നത് പോലും പലപ്പോഴും എന്തിനു വേണ്ടിയാണ്? ഈ ശൂന്യത നിറയ്ക്കാൻ വേണ്ടിയാണ്. അത് റിലിജ്യൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് ശാന്തി ഉണ്ടാകും, ശാന്തി ഉണ്ടാകും, അല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകും. മനസ്സമാധാനം ഉണ്ടാകുന്നത് ഈ ശൂന്യത എന്തെങ്കിലുമൊക്കെ ഇട്ട് നിറയ്ക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാകും. അതെവിടെ ചെന്നാലും, എരുമേലിയിൽ പേട്ട തുള്ളുമ്പോഴും പെന്തിക്കോസിൽ പാട്ട് പാടി തുള്ളുമ്പോഴും ഈ ശൂന്യത നിറയും. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം, ദേഹിയിലുള്ള ഒരു കാര്യമാണ് ഈ കാര്യം. ദേഹി എന്ന് പറയുന്നത് മോശമായ കാര്യമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ദേഹി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരവും മോശമല്ല, ദേഹിയും മോശമല്ല, ആത്മാവും മോശമല്ല. ഇതൊക്കെ മോശമായിപ്പോയെന്നുള്ളതേ ഉള്ളൂ. ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇതൊന്നും എന്തല്ല, മോശമായിട്ട് സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് ദേഹിയിലെ ഈ ദാഹം നമ്മൾ നമ്മുടെ നിലയിൽ മതത്തെ കൊണ്ട് നിറയ്ക്കാൻ പരിശ്രമിക്കുമ്പോൾ പിശാചിൻ്റെ ഒരു വഞ്ചന അവിടെ നടക്കുന്നു. എന്നറിയാമോ? ഇത് ആത്മാവിലേക്ക് കയറുന്നില്ല. ദേഹിയിൽ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ ഏറ്റവും വലിയ ഡിസപ്ഷൻ അത് കയ്യിൻ്റെ വഴിയാണ്. ദേഹിയിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഡിസപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സ്പിരിറ്റിൻ്റെ ശൂന്യത നമ്മൾ മനസ്സിലാക്കത്തില്ല. ദേഹിയുടെ ശൂന്യത കൊണ്ട് നമ്മൾ അടങ്ങിയിരിക്കും, അല്ലേ? അടങ്ങിയിരിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് ശാന്തമാക്കുകയാണ്. വലിയ മനോവേദന ഉണ്ടാകുന്നവൻ പോയി കള്ളു കുടിക്കുന്നു,
അവൻ്റെ മനോവേദന മാറുന്നില്ല. പക്ഷേ മനോവേദന മാറാനുള്ള കാരണമൊന്നുമില്ല അവിടെ. എങ്കിലും അവനൊരു ശാന്തത ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? അതൊരു വലിയ ഡിസപ്ഷനാണ്. പ്രശ്നപരിഹാരം നടക്കാതെ തന്നെ കള്ളു കുടിക്കുന്നവൻ എന്തുണ്ടാകുന്നുണ്ട്? ശാന്തത ഉണ്ടാകുന്നു. പ്രശ്നം നിലനിൽക്കുന്നു, ശാന്തതയുണ്ടാകുന്നു. ഇതുപോലെ റിലീജിയൻ്റെ പ്രോബ്ലം, ശൂന്യത ഉണ്ടായത് ദൈവത്തെ മാറ്റി നിർത്തിയത് കൊണ്ടാണ്. ദൈവത്തെ കയറ്റുന്നതിന് പകരം റിലീജിയൻ, ദൈവത്തെ ആത്മാവിൽ കയറ്റുന്നതിന് പകരം റിലീജിയൻ കൊണ്ട് ഒരു മനഃശാന്തി ഉണ്ടാകുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതുകൊണ്ടാണ് ഇത് ഡിസപ്ഷൻ ആകുന്നത്. കയ്യിൻ്റെ വഴി റിലീജിയൻ്റെ വഴിയാണ് അവൻ ഉപയോഗിച്ചത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവൻ ചെയ്തത് റിലീജിയനാണ്. ആ റിലീജിയൻ കൊണ്ട് ഒരു മനഃശാന്തി ഉണ്ടാകും, അതിൽ കൂടുതൽ കാര്യമില്ല. പക്ഷേ യഹോവ പ്രസാദിക്കത്തില്ല. ഇനി ആത്മാവിലേക്ക് കടക്കാം. ഞാനിതൊന്നുകൂടെ വിശദമാക്കാം. ആത്മാവിലേക്ക് കടന്നാൽ അപ്പോൾ ദേഹിയുടെ ദാഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, നമ്മളെ ശരീരത്തിൻ്റെ ഉണ്ട്, ദേഹിയുടെ ഉണ്ട്. അടുത്തത് ആത്മാവ്. ആത്മാവിൻ്റെ ദാഹം എന്ന് പറയുന്നത് തീർക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ദാഹം ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ആത്മാവിന് കള്ളു കുടിക്കാൻ മോഹമില്ല, ആത്മാവിന് റിലീജിയനോട് മോഹമില്ല, ആത്മാവിന് ഭക്ഷണത്തോട് മോഹമില്ല. ആത്മാവ് കാംക്ഷിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ആത്മാവാകുന്ന ദൈവത്തെ. വേറെ ഒന്നിനെയില്ല. അപ്പോൾ ആത്മാവിലെ ദാഹം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി അത് മാത്രമേ ഉള്ളൂ. എന്ത്? ആത്മാവാകുന്ന ദൈവത്തോടുള്ള സംയോഗം. കാര്യം, നഷ്ടപ്പെട്ടത് ആത്മാവാകുന്ന ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് ദ സ്പിരിറ്റ്. ഇതാണ് ആത്മാവിന് നഷ്ടമായ കാര്യം. ഏദൻ തോട്ടത്തിൽ വെച്ച് നമുക്ക് ആദമിന് നഷ്ടമായതെന്താ? ഏദൻ തോട്ടത്തിൽ വെച്ച് അവൻ്റെ ദാഹം പോയില്ല, വിശപ്പ് പോയില്ല, അതൊന്നുമില്ല. പിറ്റേ ദിവസവും അവന് എല്ലാ കാര്യങ്ങളുമുണ്ട്. ദേഹിയുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ മറഞ്ഞു കിടക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. അന്നവന് നഷ്ടപ്പെട്ടത് ദൈവ സംസർഗമാണ്. ആ ദൈവ സംസർഗം ലഭിക്കാതെ ആത്മാവ് ശാന്തമാകത്തുമില്ല, ആത്മാവ് നിറയത്തുമില്ല. ശൂന്യത നിറയ്ക്കാൻ ആര് തന്നെ വേണം? ദൈവം തന്നെ വേണം. ആ ഒരു ദാഹം. അതുകൊണ്ടാണ് ഒരു ദൈവദാസൻ പറഞ്ഞത്, there is a vacuum in the heart of man and that is God shaped. You cannot fill it with something else. നമ്മുടെ ആത്മാവിലുള്ള ശൂന്യതയുടെ ഷെയ്പ്പ് ദൈവത്തിൻ്റെ ഷെയ്പ്പാണ്. അതിനെ വേറൊന്നുകൊണ്ട് നിറയ്ക്കാൻ പറ്റത്തില്ല. ആ ഷെയ്പ്പിലേക്ക്, അതായത് നമ്മൾ ഒരു വായടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ചെറിയ വായുള്ള ഒരു കുപ്പിയുടെ അകത്തേക്ക് ഒരു കല്ല് തള്ളിക്കയറ്റാൻ നോക്കിയാൽ നടക്കത്തില്ല. അത് ഫില്ല് ചെയ്യണമെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം, വെള്ളത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ കണ്ടെയ്നറിൻ്റെ ആകൃതിയിലേക്ക് ചെല്ലുവാനുള്ള ആ ഷെയ്പ്പ് പെട്ടെന്ന് പ്രാപിക്കും. അപ്പോൾ ഇതേ ഷെയ്പ്പിലുള്ള ദൈവമല്ലാതെ വേറെ ഒന്ന് ഇതിലേക്ക് കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ശൂന്യത കിടക്കും. സ്പിരിറ്റിനത് പറ്റില്ല. ദേഹിയിലേക്ക് റിലിജിയൻ കയറ്റാം, സ്പിരിറ്റിലേക്ക് റിലിജിയൻ കയറ്റാൻ കഴിയുകയില്ല. ഓക്കെ, ഗ്രഹിക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് അല്ലേ? ഈ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ, അല്ലെങ്കിൽ മനസ്സിലായോ എന്നൊക്കെ ഈ ചോദിക്കുന്നതിൻ്റെ കാര്യം, ആഫ്രിക്കയിലല്ലേ അവിടെയോട് സംസാരിക്കുമ്പം 10 മിനിറ്റിനകത്ത് 5 പ്രാവശ്യമെങ്കിലും മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് പരിശീലിച്ചു പോയി. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രഹണശക്തി കുറച്ച് കൂടുതൽ കാണുമായിരിക്കും, എങ്കിലും ഞാൻ അറിയാതെ ഇതങ്ങ് പറയും. പിന്നെ അതിന് കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാൻ അത് നല്ലതുമാണ്, ഇല്ലേ? നമ്മൾ ഗ്രഹിക്കണം. അപ്പോൾ ആത്മാവ് ദാഹിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയുമല്ല. എന്തിനു വേണ്ടിയാണ്? ജീവനുള്ള ദൈവത്തിനായി. അതുകൊണ്ടാണ് കോരഹപുത്രന്മാർ പറയുന്നത്, മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? There is only one thing. Spirit desireth the God the Spirit. ആത്മാവ് കാംക്ഷിക്കുന്നത് ആത്മാവാകുന്ന ദൈവമാണ്. ആത്മാവാകുന്ന ദൈവവുമായിട്ടുള്ള സംസർഗമാണ്, യൂണിയനാണ്.
സംസർഗം എന്നുള്ള വാക്കിനേക്കാൾ കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ യൂണിയൻ, യൂണിയനാണ്, അതായത് യോജിപ്പാണ്. നമ്മുടെ ആത്മാവും ദൈവാത്മാവുമായി അല്ലെങ്കിൽ ദൈവവുമായി നമുക്കുള്ള സംയോജനമാണ് ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കാൻ അതേ ഉള്ള മാർഗം. കാര്യം ആത്മാവിന് വേറെ ഒന്നും വേണ്ട. ആത്മാവിന് എന്ത് മതി? ദൈവം മതി. ഞാൻ പറഞ്ഞ ഗ്രഹിക്കണം. അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് സാത്താൻ കൊണ്ടുവന്നതാണ് റിലീജിയൻ്റെ പ്രത്യേകത. അത് നമ്മുടെ ദേഹിയെ ആശ്വസിപ്പിക്കും, പക്ഷേ ആത്മാവ് ശൂന്യമായി കിടക്കും. ഈ ദേഹിയുടെ ആശ്വാസം, ഈ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുമ്പോൾ ദേഹത്തിൻ്റെ ദാഹമാണ് കൂടുതൽ ശക്തമായിരിക്കുന്നത്, ദേഹിയുടെ ദാഹമല്ല. ദേഹിയുടെ ദാഹം ശരിയാണെങ്കിലും നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്നത് ദേഹിയുടെ ദാഹങ്ങളാണ്. സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുന്ന ചെറുക്കൻ പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് അല്ലെങ്കിൽ പുസ്തകം എടുത്തെറിഞ്ഞിട്ട് അമ്മയോട് പറയുന്നത്, അമ്മേ വിശക്കുന്നു, വല്ലതും കഴിക്കാൻ താ. ഏതെങ്കിലും പിള്ളേർ, അമ്മേ എനിക്ക് പഠിക്കാൻ മുട്ടുന്നു, എൻ്റെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകം ഇങ്ങെടുത്തേ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. പഠിക്കാൻ അങ്ങനെ പെട്ടെന്ന് മുട്ടത്തൊന്നുമില്ല, പക്ഷേ വിശന്നാൽ ഉടനെ തന്നെ വിവരം അറിയും. അപ്പോൾ ദേഹത്തിൻ്റെ വിശപ്പാണ് ദേഹിയുടെ വിശപ്പിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കണം. ഇതേപോലെ ദേഹിയുടെ വിശപ്പാണ് ആത്മാവിൻ്റെ വിശപ്പിനേക്കാൾ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകുന്നത്. കാര്യം നമ്മൾ ജീവിക്കുന്നത് ഈ ദേഹത്തിലും ദേഹിയിലുമായിട്ടാണ്. ആത്മാവ് പലപ്പോഴും നിർജീവമായിരിക്കുന്നു. ആത്മാവ് നിർജീവമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപയോഗിക്കാതിരുന്നാൽ ഏത് സാധനവും അല്ലെങ്കിൽ സപ്പോസ് ഐ മീൻ നോട്ട് യൂസിങ് മൈ ലെഗ്സ് ഫോർ എ ലോങ് ടൈം, എൻ്റെ കാല് ഞാൻ കുറേ ദിവസങ്ങളിലേക്ക് ഉപയോഗിക്കാതിരുന്നാൽ, കുറേ ദിവസമൊന്നും വേണ്ട, കുറച്ച് മണിക്കൂറുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ എൻ്റെ കാല് മരച്ചു പോകും, അല്ലേ? നമ്പായിട്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഒരാൾ നടന്നു വരുന്ന കാണുമ്പോൾ ഞാൻ പറയുക, നിങ്ങൾക്കൊക്കെ നടക്കാം, നിങ്ങൾക്ക് കാലുണ്ടല്ലോ, എനിക്കാണെങ്കിൽ കാലില്ല എന്ന് പറഞ്ഞാലോ? നമ്മൾ പലപ്പോഴും പറയുന്നത്, നിങ്ങൾക്കൊക്കെ എന്തോ ഈ ആത്മാവിൽ കർത്താവിനോട് സംസാരിച്ചെന്നൊക്കെ പറയുന്നത് എനിക്കിന്ന് വരെ തോന്നിയിട്ടില്ല. എന്തോ ആത്മാവ് ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ആൾക്കാരൊക്കെ പലപ്പോഴും പറയുന്നതാണ്. എന്തുകൊണ്ട് തോന്നുന്നില്ല? ആത്മാവില്ലാഞ്ഞിട്ടല്ല, ഇതിനെ നാളുകളായി ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതിന് സംവേദന ശേഷി നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അത് മരിച്ചതിന് തുല്യമാണ്. സംവേദന ശേഷി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇതിനുള്ള മാർഗം. അപ്പം ഞാൻ പറയുന്നു, ഇല്ല ബ്രദറെ, നിങ്ങളുടെ കാലെവിടെ ഉണ്ട്? ഇല്ല, എനിക്ക് തോന്നുന്നേ ഇല്ലല്ലോ. പക്ഷേ തോന്നും. നിങ്ങളൊന്ന് നടന്നു നോക്ക്. ആ കാലില്ലാത്ത ഞാനെങ്ങനെ നടക്കുന്നത്? അപ്പം ഞാനിങ്ങനെ പിടിച്ച് അദ്ദേഹത്തെ നടത്തിക്കാൻ നോക്കുന്നു. 2-3 സ്റ്റെപ്പ് വെക്കുമ്പോൾ ഇദ്ദേഹം ഒന്ന് പിടച്ച് താഴെ വീണ ഉടനെ പറയും, കണ്ടോ, വെറുതെ മനസ്സമാധാനത്തോടെ കുത്തിയിടുന്ന എന്നെ കാലുണ്ടെന്നും പറഞ്ഞ് നടത്താൻ നോക്കിക്കണ്ടോ ഞാൻ താഴെ വീണത്. അപ്പോൾ നമ്മളെന്താ പറയും? ഇല്ല, ഒന്നുകൂടെ നടക്കുക. കുറച്ച് നടക്കുമ്പോൾ ഉപയോഗിച്ച് വരുമ്പോൾ എന്തുണ്ടാകും? ആ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും, കാലിന് സംവേദന ശേഷി ഉണ്ടാകും, കാലൊരു യാഥാർത്ഥ്യമായി തീരും, ഇല്ലേ? എന്നതുപോലെ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ ആത്മാവ് നമുക്കൊരു യാഥാർത്ഥ്യമായി അനുഭവവേദ്യമാകുന്നില്ല എന്നതുകൊണ്ട് ആത്മാവില്ലെന്നല്ല അർത്ഥം. ആത്മാവുണ്ട്, പക്ഷേ നമ്മളതിനെ ഉപയോഗിക്കാത്തത് കൊണ്ട് അത് മരച്ചു പോയിരിക്കുന്നു, നമ്പായിരിക്കുന്നു. പല ആളുകളുടെയും പ്രത്യേകത അതാണ്. അവരിൽ ദേഹവും ദേഹിയും മാത്രമേ ആക്റ്റീവായിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥം അവർക്ക് ആർക്കും ആത്മാവില്ലെന്നല്ല. ദേ ഹാവ് സ്പിരിറ്റ്. അപ്പോൾ ദേഹിയിലെ റിലിജിയൻ കൊടുക്കുന്ന സമാധാനം കൊണ്ട് ഇവരങ്ങ് സാറ്റിസ്ഫൈഡാ. അത് മതത്തിൻ്റെ ഒരു വലിയ ഡിസപ്ഷനാണ്. അവർ സ്പിരിറ്റിലേക്ക് കയറുന്നില്ല. അവർ ദൈവത്തോട് ആ രീതിയിലുള്ളൊരു യൂണിയനിലേക്ക് കടക്കുന്നില്ല. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. ഒരു യൂണിയൻ, ദൈവവും അവൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ഒരു സംയോഗം നടക്കാത്തത് കൊണ്ട് പ്രശ്നപരിഹാരം നടക്കാതെ നമുക്ക് ദേഹിയിലൊരു സമാധാനം കിട്ടുന്നു. ആ മനസമാധാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വഞ്ചനയാണെന്ന് പറയാൻ കാര്യം, ആത്മാവിൻ്റെ ദാഹം ഇവനിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല.
ആത്മാവ് ഉണ്ടെന്ന് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നില്ല. ഇത് വലിയ അപകടമാണ്. നമ്മുടെ സമൂഹത്തിൽ പലർക്കും പറ്റിയിരിക്കുന്ന, വിശ്വാസ സമൂഹത്തിൽ പോലും ആത്മാവ് ആക്റ്റീവല്ല. ആത്മാവില്ലാഞ്ഞിട്ടല്ല, ആക്റ്റീവല്ല. ദേഹി അതിനെ അങ്ങ് മൂടിക്കളഞ്ഞിരിക്കുകയാണ്. അത് റിലിജനാണ്. ദേഹിയിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ റിലിജനാണ്. നമ്മൾ ചിലപ്പം പറയാറുള്ളൊരു ചില ആളുകൾ പറയും, മോനെ നീ ഞങ്ങളുടെ യോഗത്തിനൊന്ന് വാടാ, നിനക്കൊരു മനസമാധാനം ഉണ്ടാകട്ടെന്ന്. പറയണം കേട്ടോ, പറയാതിരിക്കരുത്. കാര്യം ഇവിടെ വന്നാൽ മനസമാധാനം ഉണ്ടാകും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രശ്നപരിഹാരം നടക്കാതെ ഉണ്ടാകുന്ന മനസമാധാനം. ഇപ്പോൾ ഇവിടെ വന്ന് പാട്ടൊക്കെ പാടിയപ്പോൾ അവനൊരു സമാധാനം ഉണ്ടായെന്ന് വെച്ചു, കുഴപ്പമില്ല. പക്ഷെ അത് ദേഹിയിലെ സമാധാനമാണ്. പ്രശ്നപരിഹാരം എന്താണ്? ഇവൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായി യോജിക്കണം. അതാണ് പ്രശ്നപരിഹാരം. അപ്പോഴാണ് ആത്മാവിൽ അവന് ശരിക്കും പീസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ദേഹിയിലെ സമാധാനമാണ്. അത് ഏത് മതത്തിൽ ചെന്നാലും ഈ ദേഹിയിലെ സമാധാനം കുറച്ചൊക്കെ കിട്ടും, ഒരു മനസ്സമാധാനമൊക്കെ കിട്ടും. അതുകൊണ്ടാണല്ലോ മറ്റ് പല മതങ്ങളിലും ധ്യാനവും മറ്റുള്ള കാര്യങ്ങളും യോഗയും അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടെന്നാണ്. പക്ഷേ ആ സമാധാനം എവിടെയുള്ളതാണ്? ദേഹിയിലുള്ള സമാധാനമാണ്, സ്പിരിറ്റിലുള്ള സമാധാനമല്ല. ഇപ്പോഴും അവരുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും യോജിച്ചിട്ടില്ല. ആ സംയോഗം നടക്കണമെങ്കിൽ ആത്മാവിൽ ദൈവത്തെ അറിയണം. ആത്മാവിൽ ദൈവവുമായി സംയോജനമുണ്ടാകണം. അതിനാണ് യേശു കർത്താവ് വന്നത്. യേശു കർത്താവ് വന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ ഏദൻ തോട്ടത്തിലുണ്ടായ വിഘടനം, അന്നു മുതൽ അനുഭവിക്കുന്ന ആത്മാവിൻ്റെ ശൂന്യത തിരിച്ച് ദൈവത്തെ കൊണ്ട് നിറയ്ക്കാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. അതിനാണ് യേശു കർത്താവ് മരിച്ചത്, എന്നെയും ആത്മാവാകുന്ന ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കാനായിട്ട്. അങ്ങനെ യോജിച്ച് കഴിയുമ്പോൾ ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദേഹിയിൽ നമുക്കുണ്ടാകുന്ന ചിന്തകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതുവഴിയാണ്? വാക്കുകളാണ്. ദേഹിയിൽ നിന്ന് ദേഹത്തിലേക്ക് താഴോട്ട് നമ്മുടെ ഇമോഷൻസ് ഒഴുകി വരാം. പക്ഷേ വാക്കുകൾ പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. ദേഹിയിൽ നിന്ന് ദേഹത്തിലേക്ക് കാര്യങ്ങൾ ഇറങ്ങി വരാം, പക്ഷേ ദേഹത്തിൽ നിന്ന് ദേഹിയിലേക്ക് കാര്യങ്ങൾ കയറിപ്പോകത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇപ്പം ഒരു മരണം നടക്കുകയാണെന്ന് വെച്ചോ. മരണം നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട ആളുടെ ശവശരീരത്തിൻ്റെ മുമ്പിൽ ഞാൻ പൊട്ടിക്കരയുന്നു. അത് എൻ്റെ വേദനയാണ്, എൻ്റെ ഹൃദയത്തിലെ വേദന ഞാൻ കരച്ചിലിലൂടെ പുറത്തു വരിക. അതൊന്നും അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. പക്ഷെ കരഞ്ഞ് കരഞ്ഞ് വേദന ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് വേദനയില്ല, പക്ഷെ ഞാൻ കുറേ കരഞ്ഞ് എനിക്കങ്ങ് വേദനയുണ്ടായി, അങ്ങനെ വരുമോ? ഇല്ല. വേദന ദേഹിയിലുണ്ടായാൽ അത് ദേഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാം. പക്ഷേ ദേഹത്തിൽ നിന്ന് ദേഹിയിലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെ ആത്മാവിലെ അനുഭവങ്ങൾ ദേഹിയിലേക്കും ദേഹത്തിലേക്കും കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ദേഹത്തിലെ അനുഭവം ആത്മാവിലേക്ക്, അല്ലെങ്കിൽ ദേഹിയിലെ അനുഭവം പോലും ആത്മാവിലേക്ക് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം അടിസ്ഥാനപരമായി ഞാനും ദൈവവും തമ്മിൽ യോജിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാകുന്നു. ആ സന്തോഷത്തിൽ ഞാൻ പാട്ടുപാടിയെന്നിരിക്കും. അപ്പോൾ എൻ്റെ ആത്മാവിലെ സന്തോഷം ഞാൻ എന്ത് ചെയ്യുന്നു? ദേഹിയിലേക്ക് കൊണ്ടുവരുന്നു, ദേഹത്തിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ പാട്ട് പാടി പാടി ആത്മാവ് യോജിക്കത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കണം. ഇതേപോലെ ആത്മാവിൽ എനിക്കുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ എക്സ്പ്രഷനാണ് ആകണം എൻ്റെ പാട്ടും എൻ്റെ ആരാധനയുമെല്ലാം. ആരാധിച്ച് ആത്മാവിലേക്ക് കയറാൻ പറ്റത്തില്ല.
ആത്മാവിൽ നിന്ന് താഴോട്ടെ ആരാധന കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മളിന്ന് പരിശ്രമിക്കുന്നത് ആരാധിച്ച് 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 മുകളിലോട്ട് കയറാൻ നോക്കുക. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലേ? അത് റിലിജനാ, അത് നടക്കത്തുമില്ല. അപ്പോൾ ആരാധിച്ച് ആരാധിച്ച് മുകളിലോട്ട് കയറുകയല്ല, മുകളിൽ ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ദേഹിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അന്നേരം ചിലപ്പോൾ നമ്മൾ കൈകൊട്ടിയെന്നിരിക്കും, നമ്മൾ പാട്ട് പാടിയെന്നിരിക്കും, നമ്മൾ ഈ പറയുന്നത് പോലെ ആരാധിച്ചെന്നിരിക്കും, ഇതൊക്കെ നടക്കും. പക്ഷേ ഇത് ചെയ്ത് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. അതാണ് റിലിജൻ. ഇത് ചെയ്ത് മുകളിലോട്ട് കയറാൻ പരിശ്രമിക്കുന്നതാണ് റിലിജൻ. ഗ്രഹിച്ചല്ലോ? മനസ്സിലാകുന്നല്ലോ? ഇത് വലിയ ഡിസപ്ഷനാണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുക എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കൈകളെ അടിച്ച് തുള്ളി നിങ്ങൾ ഇപ്പോൾ ആത്മാവിൽ. അങ്ങനല്ല. ആത്മാവിലാകുമ്പോൾ കൈയടിക്കും, പാട്ടുപാടും, അതൊക്കെ വേറെ കാര്യം. ആത്മാവിൽ നിന്ന് താഴോട്ട് വരുമ്പോഴാണ് കൈ കൊട്ടുന്നതും പാട്ട് പാടുന്നതും ഒക്കെ. അല്ലാതെ കൈ കൊട്ടി മുകളിലോട്ട് കയറുകയല്ല പ്രിയമുള്ളവരെ. കൈ കൊട്ടി മുകളിലോട്ട് കയറ്റാൻ നോക്കുന്നത് റിലിജനാണ്. മുകളിൽ നിന്ന് താഴോട്ട് കൈകൊട്ടി ഇറങ്ങി വന്നാൽ അത് സ്പിരിച്വാലിറ്റിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസപ്ഷൻ ഓഫ് റിലിജിയൻ, മതത്തിൻ്റെ വഞ്ചന നമ്മുടെ സഭകളിൽ ഇന്ന് അധീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടെന്താ, ഒരു വ്യാജ സംതൃപ്തിയിൽ പോകുന്നത് കൊണ്ട് ഇവർക്ക് ആത്മാവാകുന്ന ദൈവവുമായിട്ടുള്ള സംയോഗവും കമ്മ്യൂണിയനും കമ്മ്യൂണിക്കേഷനും ഇല്ല. They don't speak to God the Spirit. ആത്മാവ്, എൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നത് ഞാനൊട്ട് കേൾക്കുന്നുമില്ല. പക്ഷേ കൈകൊട്ടുണ്ട്, പാട്ടുണ്ട്, ചാട്ടമുണ്ട്, നൃത്തമുണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ശരിയല്ല ഞാൻ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സംതൃപ്തരാ. ഈ പാട്ടുകൊണ്ടും എക്സ്റ്റസി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എക്സ്റ്റസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ പാടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരവും ദേഹിയും തമ്മിലുള്ള ഒരു വലിയൊരു റിലേഷൻ ഉണ്ട്. അങ്ങോട്ട് പാടി നമ്മളൊരു ടെമ്പോയിൽ വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ എക്സ്റ്റസി ഉണ്ടായി ചിലപ്പോൾ നമ്മുടെ നാക്കൊക്കെ കുഴഞ്ഞെന്നൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാൻ ആത്മാവിലായി. ആത്മാവിലായിട്ട് നിങ്ങളുടെ കൈയൊക്കെ അടിക്കുമോ, നിങ്ങൾ എന്ത് വേണം ചെയ്തോ. പക്ഷേ ആത്മാവിലെ ആ ദൈവ സംസർഗവും സംയോഗവുമാണ് നമ്മളെ കൊണ്ട് കൈ കൊട്ടിക്കേണ്ടത്. അതാണ് നമ്മളെ കൊണ്ട് പാട്ട് പാടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നതിനെതിരെ പറയുകയല്ല. പക്ഷേ ഇതിനകത്തൊരു ഡിസപ്ഷനുണ്ട്. കാര്യം ഇതുകൊണ്ട് നമ്മൾ സംതൃപ്തി, ആത്മാവിലേക്ക് കയറാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു ഹിൻഡ്രൻസായിട്ട്, ഒരു തടസ്സമായിട്ട് നമ്മൾ ഇന്നത്തെ രീതിയിലുള്ള എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള റിലീജിയസ് ഒബ്സർവൻസസ് ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളത് പറയാതെ പറ്റില്ല. ഓക്കെ. അപ്പോൾ ദി ഡിസപ്ഷൻ ഓഫ് റിലീജിയൻ ഇൻസൈഡ് ദ ചർച്ച്, അതാണ് കയ്യിൻ്റെ പ്രശ്നം. കയ്യിൻ്റെ വഴി എന്ന് പറയുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മളെ റിലീജിയസ് ആക്കുക, സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മാറ്റിക്കളയുക. റിലീജിയൻ നമ്മളെ സ്വാധീനിക്കുന്നത് സോളിൽ മാത്രമാണ്, നമ്മുടെ ദേഹിയിലാണ് നമ്മുടെ റിലീജിയൻ നമ്മളെ സ്വാധീനിക്കുന്നത്. സ്പിരിറ്റിലേക്ക് കയറുമ്പോൾ വേറെ ഒന്നും നമ്മൾ മോഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹം, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള സംയോഗത്തിന് അല്ലെങ്കിൽ സംസർഗത്തിന്, കമ്മ്യൂണിയന് വേണ്ടിയുള്ള വലിയ ദാഹം നമുക്കുണ്ടാകുക. അതാണ് വാസ്തവത്തിൽ റിലീജിയനിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് കയറാനുള്ള വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ ചോദിച്ചു നോക്ക്, നമ്മുടെ സഭകളിൽ, എൻ്റെ ജീവിതത്തിൽ റിലീജിയൻ സ്പിരിച്വാലിറ്റിക്കൊരു തടസ്സമാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കൈ കൊട്ടുന്നതോ പാട്ട് പാടുന്നതോ ഒന്നും ഞാൻ എതിര് പറഞ്ഞോ? ഇല്ല. പക്ഷേ എവിടുന്ന് വേണം? സ്പിരിറ്റിൽ നിന്ന് ദേഹിയിലേക്ക്, ആത്മാവിൽ നിന്ന് ദേഹിയിലേക്ക് നിങ്ങളുടെ
അല്ലെങ്കിൽ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ദേഹിയിൽ നിന്ന് ദേഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ദേഹത്തിൽ നിന്ന് ദേഹിയിലേക്കോ ദേഹിയിൽ നിന്ന് ആത്മാവിലേക്കോ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നത് റിലിജനാണ്. ആ ഒരു ഡിസെപ്ഷൻ നമുക്കുണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ കാലയളവിൽ ആ സ്പിരിച്വാലിറ്റി എപ്പോഴും എംഫസൈസ് ചെയ്യണം. സ്പിരിച്വാലിറ്റി റിലേഷനിലാണ് ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട്, ഹൂ ഈസ് ജീസസ് ടു യു? നിങ്ങൾക്ക് യേശു ആരാണ് എന്ന ചോദ്യം ഞാൻ സ്ഥിരമായിട്ട് ആളുകളോട് ചോദിക്കാറുണ്ട്. ഹൂ ഈസ് ജീസസ് ടു യു? എൻ്റെ ദൈവമേ, ഉത്തരം കേട്ട് കഴിഞ്ഞാൽ വലിയ തമാശ. എൻ്റെ ബ്രദറെ, എന്തോ ബ്രദറെ ചോദിക്കുന്നത്? വൈദ്യശാസ്ത്രം ഞാൻ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്കറിയാമോ, യേശുവാ എന്നെ സൗഖ്യമാക്കിയത്. ഞാൻ മരിച്ചു പോകുന്ന ഡോക്ടർമാർ വിധി എഴുതിയതാ, എന്നിട്ട് യേശുവാ എന്നെ സൗഖ്യമാക്കിയത്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ കേൾക്കണം. യേശു നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്നല്ല ഞാൻ ചോദിച്ചത്, യേശു നിങ്ങൾക്ക് ആരാണ് എന്നാണ് ചോദിച്ചത്. ബ്രദറെ, ഒരു ജോലിയില്ലാതെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ. അന്നേരമല്ലേ ഞാൻ 21 ദിവസം ഉപവാസപ്പെടുത്തു, യേശു എനിക്കൊരു ജോലി തന്നു. ഞാൻ പറഞ്ഞു, ഇതും അത് തന്നെയല്ലേ. ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? യേശു നിങ്ങൾക്ക് ആരാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്നുള്ളതല്ല. അത് നിങ്ങൾക്ക് യേശുവാ ചെയ്തു തന്നെന്ന് ഞാൻ ഒരിക്കലും അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത് നിങ്ങൾക്ക് യേശു ചെയ്തു തന്നതാകും. പക്ഷേ യേശു നിങ്ങൾക്ക് ആരാണ്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. എൻ്റെ ഭാര്യയോട്, സാജു നിനക്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിയല്ലേ ഞങ്ങളുടെ വീട്ടിലെ ചിലവെല്ലാം നടത്തുന്നത്, ഞങ്ങളുടെ പിള്ളേരുടെ ഫീസ് കൊടുക്കുന്നതും പുള്ളിക്കാരൻ തന്നെയാണ് എന്നൊക്കെയാണോ അവൾ പറയുന്നത്? അല്ല. യു സീ ദ ഡിഫറൻസ്. നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ സഭകളിൽ ഇന്ന് മിക്കവരോടും യേശു ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് യേശു അവർക്ക് എന്ത് ചെയ്തു എന്നതാണ്. കാര്യം, പ്രസംഗങ്ങളെല്ലാം യേശു ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. അത് റിലിജിയനാണ്. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. നമ്മൾ യേശു ചെയ്തു എന്ന് പറയും, വേറൊരാൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് അവരുടെ ദൈവം ചെയ്തെന്ന് പറയും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. പക്ഷേ വാട്ട് ഈസ് യുവർ റിലേഷൻ വിത്ത് ജീസസ്? അത് ചെയ്തത് യേശു അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ വീട്ടിലെ പിള്ളേരുടെ ഫീസ് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാനല്ല ഫീസ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ പിള്ളേരോട് ചോദിക്കുക, സാജു നിൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ എല്ലാ മാസവും ഫീസ് തരുന്നത്, പിന്നെ വല്ലപ്പോഴും ഉടുപ്പൊക്കെ വാങ്ങിച്ചു തരും. ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല, എന്നാലും ഉടുപ്പൊക്കെ വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ ബന്ധമെന്ന് പറയുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, ഫീസ് കൊടുത്ത് അപ്പനാവുകയല്ല, അപ്പനായതുകൊണ്ട് ഫീസ് കൊടുക്കുക. ഇന്ന് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, ഫീസ് കൊടുത്ത് അപ്പനാകുന്നത് പോലെയാണ്. യേശു അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റു കാര്യങ്ങൾ ചെയ്തു, എന്നാൽ പിന്നെ യേശു അങ്ങ് ഇരിക്കട്ടെ, ഇല്ലേ? അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ അവൻ പോവുകയും ചെയ്യും. ഞാൻ 4 മാസം എൻ്റെ പിള്ളേരുടെ ഫീസ് കൊടുത്തില്ലെങ്കിൽ പിള്ളേർ അടുത്ത വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുമോ, അങ്കിളെ അപ്പനിപ്പോൾ ഫീസ് തരുന്നില്ല, എന്നാൽ പിന്നെ എൻ്റെ ഫീസ് തന്നങ്ങ് അപ്പനാകാമോ എന്ന് ചോദിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ അപ്പനെ മാറ്റാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ കർത്താവ് എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു വിഷയം. പക്ഷേ കർത്താവ് എനിക്ക് ആരാണ്? റിലേഷൻ. നമ്മൾ ആളുകളെ നയിക്കേണ്ടത് ഈ ബന്ധത്തിലേക്കാണ്. സഭകളിൽ നമുക്കിനി ആവശ്യമുള്ളത് തിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യേശുവിനെ അല്ല. നമുക്ക് ആവശ്യമായിരിക്കുന്നത് യേശുവിനെ മണവാളനായി, പിതാവായി മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെയാണ്. റിലേഷനായി ഇനി വേണ്ടത്. ആ റിലേഷൻ ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യും, ദൈവം കർത്താവ് ചെയ്യും, ചെയ്യാതിരിക്കത്തില്ല. ചെയ്തില്ലെങ്കിൽ അതിനും കർത്താവിന് ചിലപ്പോൾ എന്തെങ്കിലും ലക്ഷ്യം കാണും. ഏതാണെങ്കിലും എൻ്റെ നന്മയല്ലാതെ വേറെ ഒന്നും കർത്താവിൻ്റെ മനസ്സിൽ ഇല്ല. അല്ലാതെ വേറെ ദൈവം ഒരിക്കലും തിന്മ ചെയ്യത്തില്ല. പ്രവാചകന്മാരൊക്കെ ചെന്നപ്പോൾ തുടങ്ങും, 2019 9-ാം മാസത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു. അതിന് മുമ്പൊക്കെ എന്തോ തിന്മയാണോ ഒരുക്കിയത്? ഇല്ല. ദൈവം എന്നും നമുക്ക് എന്തേ ചെയ്തിട്ടുള്ളൂ? നന്മ ഒരുക്കൽ. ഇനി 9-ാം മാസമോ 11-ാം മാസമോ ഒന്നും നമുക്ക് വിഷയമല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് ചെയ്യുന്നതെല്ലാം എന്താണ്? നന്മയാണ്. ഇനി 9-ാം മാസത്തിലുണ്ടെങ്കിൽ അതും വന്നോളൂ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ പ്രവാചകൻ പറയുന്നതനുസരിച്ച് നോക്കിയിരിക്കാനൊന്നും എനിക്കില്ലേ. എൻ്റെ നോട്ടം നന്മയിലേക്കല്ല, എൻ്റെ നോട്ടം യേശുവിലേക്കാണ്. കാര്യം എൻ്റെ ബന്ധം നന്മ റിലേറ്റഡ് അല്ല, എനിക്ക് എൻ്റെ ആത്മമണവാളനായ യേശുവാണ് വിഷയം. പ്രിയമുള്ളവരെ, ഈ റിലേഷൻ ആണ് സ്പിരിച്വാലിറ്റി.
ബാക്കിയുള്ളത് മതമാണ്. അതുകൊണ്ട് ഈ റിലേഷൻ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മതം നമ്മളെ ഈ റിലേഷനിൽ നിന്ന് മാറ്റിക്കളയുന്നു. അതുകൊണ്ടാണ് യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ആളുകൾ വിഷമിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അവർക്ക് മറുപടിയില്ല. കാര്യം അവർ പറയുന്നത് മുഴുവൻ യേശു അവർക്ക് എന്തു ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ കാര്യമല്ല. പക്ഷേ വാട്ട് ഈസ് യുവർ റിലേഷൻ വിത്ത് ജീസസ്? ഹൂ ഈസ് ജീസസ് ടു യു? ആസ്ക് യുവർ സെൽഫ്. ആ റിലേഷൻ അത് 24/7 ഉള്ള കാര്യമാണ്. അതെൻ്റെ ബീയിങ്ങിൻ്റെ ഭാഗമാണ്. റിലിജ്യൻ അങ്ങനല്ല. റിലിജ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. റിലിജ്യൻ ഒരു ടൈമുണ്ട്. ആ ടൈമിലേ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. നമ്മളൊരാൾ അമ്പലത്തിൽ പോകുന്നു, മോസ്കിൽ പോകുന്നു, പള്ളിയിൽ വരുന്നു, സഭായോഗത്തിന് വരുന്നു, അന്നേരം ഉണ്ടാകുന്ന വലിയ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിലിജ്യൻ്റെ പ്രശ്നമാണ്. പക്ഷേ റിലേഷൻ അങ്ങനെയല്ല. നിങ്ങൾ എവിടെ ആയിരുന്നാലും, ഇപ്പം ജെസ്സി എൻ്റെ ഭാര്യയാണെന്നുള്ള റിലേഷൻ ജെസ്സിയെ കാണുമ്പോൾ മാത്രമല്ല ഉള്ളത്. ഞാൻ ആഫ്രിക്കയിൽ പോയാലും അമേരിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും ജെസ്സിയ എൻ്റെ ഭാര്യ. അതിൻ്റെ ബീയിങ്ങിൻ്റെ ഭാഗമാണ്. ഇതേപോലെയുള്ള റിലേഷൻ യേശുവുമായിട്ടുണ്ടാകുന്നതിനാണ് ഇനി സഭയിൽ നമ്മൾ ടീച്ച് ചെയ്യേണ്ടത്. കാര്യം അതാണ് സ്പിരിച്വാലിറ്റി. ബാക്കിയുള്ളത് റിലിജ്യനാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ സ്പിരിച്വൽ ആണോ റിലീജിയസ് ആണോ? റിലീജിയസ് ആൾക്കാരുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, കയ്യിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ ചിന്തിച്ചത് അവൻ സ്പിരിച്വൽ ആണെന്നാ. കാര്യം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവൻ്റെ മനസ്സിലുള്ള സകല കാര്യങ്ങളും അവൻ ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് റിലീജിയൻ്റെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിലേഷനിലേക്ക് നമ്മളെ വളർത്തുന്നതിന് പകരം ഒബ്സർവൻസസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. റിലീജിയസ് ഒബ്സർവൻസസ്, അതാണ് പ്രോബ്ലം. റിലീജിയസ് ഒബ്സർവൻസസ് എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻസിൻ്റെ താഴേക്ക് വരുന്നതാണ്. റിലേഷനിൽ നിന്ന് വേണം, ഇല്ലാതെ ഒബ്സർവൻസസ് കൊണ്ട് കാര്യമില്ല. ദാറ്റ് ഈസ് എ തിങ്. റിലേഷൻ ഇല്ലാതെ നമ്മൾ എന്തെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് എന്താ കാര്യം? റിലേഷൻ ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? റിലേഷൻ ഇല്ലാതെ ഉപവാസം എടുത്തിട്ട് എന്താ കാര്യം? റിലേഷൻ ഇല്ലാതെ സഭയിൽ വന്നിട്ട് എന്താ കാര്യം? റിലേഷൻ ഇല്ലാതെ പാട്ട് പാടിയിട്ട് എന്താ കാര്യം? റിലേഷൻ ഇല്ലാതെ തുള്ളിയിട്ട് എന്താ കാര്യം? റിലേഷനാണ് പ്രധാനം. അതാണ് സ്പിരിച്വാലിറ്റി. അവിടെ നിന്ന് താഴേക്ക് വരുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. റിലേഷനിൽ നിന്ന് താഴേക്കാണ് വരേണ്ടത്. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ ദൈവം കയീൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞു, യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. അപ്പോൾ കൃത്യമായിട്ട് അവിടെയുള്ള ഒരു പ്രാധാന്യമുള്ള കാര്യം, നമ്മളുടെ വാട്ട് യു സേ, നമ്മളിലാണ് പ്രസാദമുണ്ടാകുന്നത്. നമ്മളിൽ ആ പ്രസാദമുണ്ടാകാനും കാര്യമുണ്ട്. അവൻ്റെ വ്യക്തിത്വത്തിൽ ഹാബേലിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കണ്ട ഒരു കാര്യമുണ്ടല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ വായിച്ച വേദഭാഗത്തിൽ തന്നെ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അവിടെ പറയുന്നത് കയീൻ്റെ യാഗത്തിനും ഹാബേലിൻ്റെ യാഗത്തിനും തമ്മിലുള്ള വ്യത്യാസം, വൺ വാസ് ബൈ ഫെയ്ത്ത് ആൻഡ് ദി അതർ വാസ് ബൈ സെൽഫ്. ഒന്ന് വിശ്വാസത്തിലും ഒന്ന് സ്വയത്തിലുമാണ് ചെയ്തത്. കയീൻ വിശ്വസിച്ചില്ലെന്ന് പറയുന്നത് എന്താണ്? ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചില്ലെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ലല്ലോ. അവന് പൂർണ്ണമായ ബോധ്യം ദൈവത്തോടുണ്ട്. തന്നെയല്ല, ദൈവവുമായിട്ട് അവൻ നല്ല റിലേഷനും ഉണ്ട്. റിലേഷൻ ഞാൻ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള റിലേഷനല്ല. അവന് ദൈവം ഉണ്ടെന്നറിയാം, ദൈവമാണ് സൃഷ്ടാവെന്നറിയാം, അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഇവിടെ പറയുന്നു ഫെയ്ത്ത്. അവിടെയാണ് ഫെയ്ത്തിൻ്റെ പ്രത്യേകത. ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫെയ്ത്ത്, റിലിജ്യൻ നമ്മുടെ സെൽഫിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഫെയ്ത്ത് നമ്മുടെ സെൽഫിനെ ഓൾമോസ്റ്റ് എന്താണ്, അതിനെ സ്ട്രൈക്ക് ചെയ്യുകയാണ്, അതിനെ ഇല്ലായ്മ ചെയ്യുകയാണ്, അതിനെ ഡിമോളിഷ് ചെയ്യുകയാണ്. സ്വയത്തിൻ്റെ ഇല്ലായ്മയാണ്
ഫെയ്ത്ത് എന്ന് പറയുന്നത് റിലീജിയൻ സ്വയത്തിൻ്റെ വളർച്ചയാണ്, സ്വയത്തെ പരിപോഷിപ്പിക്കുന്നതാണ് റിലീജിയൻ. അത് നമുക്കെല്ലാം ഉണ്ടാകുന്ന അപകടമാണ്. അതായത് ഇവിടെ ഹാബേലിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറയുമല്ലോ, അവനൊരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചു. ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കാത്തത് മാത്രമാണ് പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുമ്പോഴുള്ളൊരു പ്രത്യേകതയുണ്ട്. യാഗത്തിൻ്റെ ഒന്നാമത് കയ്യിൻ വഴിപാട് കഴിക്കുകയാണ്. ആ വഴിപാട് അവൻ്റെ നന്ദി പ്രകാശനമായിരിക്കാം. പക്ഷേ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുമ്പോൾ ഒരു യാഗത്തിൽ നമ്മൾ പറയുന്നത് ഈ ആട്ടിൻകുട്ടിയെ നിനക്ക് തരുന്നെന്നല്ല, ശരിക്കും പറയുന്നത് ദൈവമേ ഈ ആട്ടിൻകുട്ടിയുടെ സ്ഥാനത്ത് ഞാനാണ് ഇവിടെ കിടക്കേണ്ടത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. ഇതിനെ നീ എടുത്തോളാനല്ല, അതിനെ അറുത്ത് യാഗമർപ്പിക്കുമ്പോൾ ഒരു യാഗാർപ്പണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, യാഗാർപ്പണത്തിൽ യാഗവസ്തു ആ നിമിഷം മുതൽ ഏത് ദൈവത്തിന് യാഗമർപ്പിക്കുന്നോ ആ ദൈവത്തിൻ്റെ വകയായി തീരുകയാണ്. ഞാനൊരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചാൽ അത് ഒരു വസ്തുവിന് പകരം കൊടുക്കുന്നതല്ല. ഞങ്ങൾ പണ്ട് ഇവിടെ മാരാമൺ കൺവെൻഷന് പണ്ടൊക്കെ വീടുകളിൽ നിന്ന് ഓല കൊണ്ട് കൊടുക്കുമായിരുന്നല്ലോ. അപ്പം ഞാനൊക്കെ ഈ ഓല കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മാരാമൺ കൺവെൻഷന് വേണ്ടി ഓരോ ഇടവകയിൽ നിന്ന് ഓല കൊണ്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഓല എല്ലാവർക്കും കൊടുക്കാൻ ചിലപ്പോൾ ഓല കാണത്തില്ല. ഓല കൊടുക്കാനില്ലെങ്കിൽ അതിന് പകരം പൈസ കൊടുക്കും. അപ്പോൾ ഓല കൊടുക്കുന്നതിന് പകരം പണം കൊടുത്താലും മതി എന്നതുപോലെ അല്ല, നമുക്ക് എന്തെങ്കിലും ദൈവത്തിന് പൈസ കൊടുക്കാൻ കഴിയുന്നതിന് പകരമോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് പകരമായിട്ടൊരു ആട്ടിൻകുട്ടിയെ കൊടുക്കുകയല്ല. ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുന്നതിൽ ഒരു പ്രത്യേകമായ അർത്ഥം ഉള്ളടങ്ങിയിട്ടുണ്ട്. ഏത് യാഗമർപ്പിച്ചാലും ആ യാഗാർപ്പണം മുതൽ യാഗവസ്തുവിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഇതേപോലെ യാഗമർപ്പിക്കുന്നവൻ പറയുന്നത്, കർത്താവേ ഇനി എൻ്റെ ഉടമസ്ഥാവകാശം എനിക്കല്ല. കാര്യം ഈ ആട്ടിൻകുട്ടി എനിക്ക് പകരമുള്ള ആളാണ്. ഞാനായിരുന്നു ഇവിടെ കിടക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഞാനായിരുന്നു കിടക്കേണ്ടത്, അതിന് പകരം ഞാൻ ആട്ടിൻകുട്ടിയെ അർപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ ഇനി നീയാണ്. അതുപോലെ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു. ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യുകയാണ്. പക്ഷേ ഈ ആട്ടിൻകുട്ടിയെ അറുത്ത് യാഗമർപ്പിക്കുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ സ്വയം ഇനിയില്ല, മുഴുവൻ നിൻ്റെ വകയാണ്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ആശ്രയമെന്ന് പറയുന്നത് എന്നിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടമാവുകയും ഞാൻ ദൈവത്തിന് എന്നെ അബാൻഡൻ ചെയ്യുകയുമാണ്. അബാൻഡൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിഞ്ഞു കളയാണ്. ഞാൻ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് അപ് ടു യു. നീയാണ് ഇനി ഉടമസ്ഥൻ. ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ, വിശ്വാസമെന്ന് പറയുമ്പോൾ വെറുതെ കുറേ കാര്യങ്ങൾ വിശ്വസിക്കുന്നതല്ല. കയ്യിനുമെല്ലാം വിശ്വസിച്ചിരുന്നു. പക്ഷേ അവൻ പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കിയത് നിനക്ക് കൊണ്ട് തരുന്നു, എനിക്ക് അനുഗ്രഹം വേണം, അല്ലെങ്കിൽ നിൻ്റെ പ്രസാദം വേണം. അത് റിലിജനാണ്. ഹബേൽ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് അവൻ പറയുന്നു, എൻ്റെ ഉടമസ്ഥാവകാശം നിൻ്റെ വകയാണ്. അവൻ്റെ സെൽഫിനെ അവൻ പൂർണ്ണമായും നിഷേധിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ ചുങ്കക്കാരൻ്റെ പ്രത്യേകത, ഹി വാസ് ബീറ്റിംഗ് ഹിസ് ബ്രസ്റ്റ്. അവൻ്റെ മാറത്തടിക്കുമ്പോൾ അവൻ പറയുന്നത്, എനിക്ക് ഇനി ജീവിക്കാനുള്ള അവകാശം പോലുമില്ല. ടോട്ടൽ സറണ്ടറാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്നതല്ല ഫെയ്ത്ത്. ദൈവത്തിന് നമ്മളെ തന്നെ എറിഞ്ഞു കൊടുക്കുന്നതാണ് ഫെയ്ത്ത്. അതാ അബാൻഡൻ എന്നുള്ള വാക്ക് കുറച്ചുകൂടെ ഇംഗ്ലീഷിൽ കറക്റ്റാണ്. എറിഞ്ഞു കൊടുക്കുക, നീ എടുത്തോ, നിൻ്റെ വക. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് 100% ദൈവത്തിന് നമ്മളെ തന്നെ എറിഞ്ഞു കൊടുക്കുന്നതാണ്.
അവിടെ പിന്നെ എൻ്റേതായിട്ടൊന്നും അവകാശപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയും നമ്മൾ വായിക്കുമ്പോൾ അവൻ പറയുന്നു എനിക്കൊന്നും അവൻ പറയുന്നില്ല, എന്തെങ്കിലും തന്നതൊന്നും അവൻ പറയുന്നില്ല, അവൻ ചെയ്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവൻ മാറത്തടിച്ച് നിലവിളിച്ച് കർത്താവെ പാപിയായ എന്നോട് കരുണ തോന്നണം, ഇത്രയും മാത്രമേ അവൻ പറയുന്നുള്ളൂ. അവൻ പറയുന്നത് എനിക്ക് നിൻ്റെ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും മനസ്സില്ലാതെ. ദാറ്റ്സ് ദ തിങ്. മറ്റവൻ അങ്ങനെയല്ല. അവനെ സംബന്ധിച്ച് അവന് നിൽക്കാനുള്ള യോഗ്യത അവൻ പറയുന്നു ഞാൻ നീതി കെട്ടവനല്ല, വിചാരിയല്ല, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു. ദശാംശം കൊടുക്കുന്നതൊക്കെ അവൻ്റെ യോഗ്യതയായിട്ട് അവൻ കണക്കാക്കുകയാണ്. യോഗ്യതയായിട്ടല്ല, എന്ത് യോഗ്യത? ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കാനുള്ള യോഗ്യത. ഇതൊരു വലിയ അപകടമാണ്. ദശാംശത്തെക്കുറിച്ച് നമുക്കുള്ള ടീച്ചിങ്ങിനകത്തെ ഒരു പ്രശ്നം, ദശാംശം എന്നുള്ള ടീച്ചിങ് അല്ല ഞാൻ നിഷേധിക്കുന്നത്, ദശാംശത്തെക്കുറിച്ചുള്ള ടീച്ചിങ്ങിൻ്റെ ഒരു പ്രശ്നം, നമ്മളെ സഭകളിൽ നമ്മൾ കേൾക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നത് 10% ദൈവത്തിൻ്റെ വകയാണ്, അവിടുത്തെ തൊട്ടുപോയേക്കരുത്. അപ്പം 90%? അതെൻ്റെ. അതാണ് പ്രോബ്ലം. 10% ദൈവത്തിൻ്റേത്, 90% എൻ്റെ. അപ്പോൾ എനിക്ക് ഈ 90% ഇഷ്ടമുള്ളതുപോലെ ചിലവഴിക്കാം, കാര്യം എൻ്റെ അല്ലേ. അത് നോൺ ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. വേദപുസ്തകം അനുസരിച്ച് 100% ദൈവത്തിൻ്റെയാണ്. പിന്നെ എനിക്കവിടെ താമസിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ടാക്സ് കൊടുക്കുന്നത് ഒരു അത്ര കൃത്യമായ ഉദാഹരണമല്ല എങ്കിൽ പോലും നമ്മൾ പറയും ഞാനൊരു വീട് പണിതു, എൻ്റെ വീട്, 10 കൊല്ലം ടാക്സ് കൊടുക്കാതിരിക്കണം, അന്നേരം അറിയാം ആരുടെ ആ വീടെന്ന്. 10 കൊല്ലമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് ഇപ്പം ചിലപ്പോൾ അങ്ങനെയൊക്കെ, ഞാൻ പറഞ്ഞത് ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഈ വീട് ആരുടെ വകയാ? സർക്കാരിൻ്റെ വകയാ, ഗവൺമെൻറ് വകയാ. ടാക്സ് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് എൻ്റെ അല്ല, ഇത് സർക്കാരിൻ്റെയാണ്. പിന്നെ സർക്കാർ പറയുന്നു നീ ഇവിടെ താമസിച്ചു. ഇത്രയേ ഉള്ളൂ. എൻ്റെ വസ്തുക്കളും എൻ്റെ എല്ലാ കാര്യങ്ങളും അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് മൈൻ, എൻ്റെ അല്ല. ആരുടെ വകയാണ്? ഇറ്റ് ബിലോങ്സ് ടു ഗാഡ്. 10% നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നെങ്കിൽ നമ്മൾ 100% ദൈവത്തിൻ്റെ വകയാണെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ്. അല്ലാതെ 10% ദൈവത്തിൻ്റേത് ബാക്കിയുള്ളത് എൻ്റേത് എന്ന് ചിന്തിക്കുന്നത് നോൺ ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. 10% ദൈവത്തിന് കൊടുക്കേണ്ടെന്നൊന്നുമല്ല, ദശാംശം കൊടുക്കുന്നതിനെതിരെ പറഞ്ഞതല്ല ഞാൻ. പക്ഷേ അതുകൊണ്ട് ബാക്കിയുള്ള 90% ഉടമസ്ഥാവകാശം എനിക്ക് ലഭിക്കുന്നില്ല. എവറിതിങ് ബിലോങ്സ് ടു ഗാഡ്. എല്ലാം ദൈവത്തിൻ്റെയാണ്. പിന്നെ ദൈവം നമ്മളെ അത് ഉപയോഗിക്കാനായിട്ട് അനുവദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ 2-3 സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന് ദശാംശത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ 10% മാറ്റി വച്ചിട്ടുണ്ട്, അത് ദൈവത്തിൻ്റെ വകയാണ്, ഞാൻ അവിടുത്തെ തൊളത്ത് പോലുമില്ല, അത് ഞാൻ ദൈവത്തിന് കൊടുത്തു. ഉടനെ അടുത്ത ആൾ പറഞ്ഞു അത് പരീശൻ്റെ നീതിയാണ്, പരീശനും കൊടുക്കും 10%. അതുകൊണ്ട് നിങ്ങളുടെ നീതി പരീശൻ്റെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കിടക്കത്തില്ല. ഞാൻ അതുകൊണ്ട് 20% കൊടുക്കും, കാര്യം പരീശൻ്റെ നീതി പോരാല്ലോ. അപ്പോൾ 20%. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എത്ര % കൊടുക്കുന്നത്? അദ്ദേഹം പറഞ്ഞു ഞാനൊന്നും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദശാംശം കൊടുക്കത്തില്ലേ? അവർക്കറിയാം ഇങ്ങനെ കൊടുക്കുന്ന ആളാണ്. എന്നെ പറഞ്ഞു ഇല്ല ഞാനൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഞാനൊരു 70% എടുക്കുമെന്ന്. ഞാനൊരു 70% എടുക്കും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആരുടെയാണ്? ദൈവത്തിൻ്റെ. പിന്നെ ഒരു 70% ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇറ്റ് ഓൾ ബിലോങ്സ് ടു ഗാഡ്. എല്ലാം ദൈവത്തിൻ്റെ വകയാണ്. അതിനകത്തുനിന്ന് ദൈവം എന്നെ അനുവദിച്ചിരിക്കുകയാണ് ചില കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി. അതും അനാവശ്യമായിട്ട് ഉപയോഗിക്കാനല്ല, വേറൊരാളുടെ ആകുമ്പോൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് സ്റ്റിവാർഡ്ഷിപ്പ് ഉണ്ടാകുന്നത്. സ്റ്റിവാർഡ്ഷിപ്പ് അല്ലെങ്കിൽ കാര്യവിചാരകത്വത്തിൻ്റെ ഒരു പ്രധാന തത്വം എല്ലാം ദൈവത്തിൻ്റെ ആണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് എൻ്റെ എല്ലാ പണവും എല്ലാ സമയവും ദൈവത്തിൻ്റെ വകയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഓരോന്നിനും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത്. 90% എൻ്റെ ആണെങ്കിൽ ഞാനത് എങ്ങനെ ഉപയോഗിച്ചാലും എനിക്ക് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ചിലവാക്കുന്ന ഓരോ പൈസയ്ക്കും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
കാരണം അതെൻ്റെ അല്ല, ദൈവത്തിൻ്റെയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഏത് സമയത്തിനും ഞാൻ കണക്ക് കൊടുക്കണം. എൻ്റെ സമയം മുഴുവൻ ഞാൻ മൊബൈൽ ഫോണെ തോണ്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പം കർത്താവ് ചോദിക്കുകയല്ല, ഞാൻ നിനക്ക് തന്ന സമയം എന്തോ എടുത്തെന്ന്. കാര്യം എൻ്റെ മുഴുവൻ സമയം ആരുടെ വകയാണ്? ദൈവത്തിൻ്റെയാണ്. എൻ്റെ ആരോഗ്യം ആരുടെയാ? ദൈവത്തിൻ്റെയാണ്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് ദൈവം പറയണം. ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ഗാഡ്. ദൈവമാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ആരോഗ്യം എങ്ങനെ ഉപയോഗിക്കണം, എൻ്റെ പണം എങ്ങനെ ഉപയോഗിക്കണം, എൻ്റെ ജോലി എങ്ങനെ ഉപയോഗിക്കണം, എൻ്റെ വീട് എങ്ങനെ ഉപയോഗിക്കണം. ഉപയോഗിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്, സ്നേഹിക്കാൻ വേണ്ടിയല്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 3 കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. 1 ദൈവം, 2 ആളുകൾ, 3 വസ്തുക്കൾ. ഗാഡ്, പീപ്പിൾ ആൻഡ് തിങ്സ്. ഇതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം എന്നുള്ളതാണ്. ഓരോന്നിനോടും നമുക്കുള്ള പ്രതികരണം എന്തായിരിക്കണം? 1 ഗാഡ്, ദൈവം. ദൈവത്തോടുള്ള പ്രതികരണം എന്തായിരിക്കണം? ഒറ്റ പ്രതികരണമേ ഉള്ളൂ, വർഷിപ്പ്. ദൈവത്തെ ആരാധിക്കുക. പിന്നെ പീപ്പിൾ, ജനങ്ങൾ. ജനങ്ങളെ എന്ത് ചെയ്യണം? എന്താണ് അവരോടുള്ള റെസ്പോൺസ്? ജനങ്ങളെ സ്നേഹിക്കണം. അതാണ് ജനങ്ങളോടുള്ള എൻ്റെ പ്രതികരണം. പിന്നുള്ളത് തിങ്സ്, വസ്തുക്കൾ. വസ്തുക്കളെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, വസ്തുക്കളെ ഉപയോഗിക്കുക. ഇത് തെറ്റിക്കരുത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് വസ്തുക്കളെ സ്നേഹിക്കും, വ്യക്തികളെ ഉപയോഗിക്കും. വി ആർ യൂസിങ് പീപ്പിൾ ആൻഡ് ലവിങ് തിങ്സ്. സംഭവിക്കുന്നതെന്നറിയാമോ? വെൻ യു സ്റ്റാർട്ട് ലവിങ് തിങ്സ്, നാച്ചുറലി യു സ്റ്റാർട്ട് വർഷിപ്പിംഗ്. ലവ് ഒത്തിരി അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷിപ്പായി പോകും. നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മളെങ്ങനെയാണ് നമ്മളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? 24/7 ഐ എം വർഷിപ്പിംഗ് ഗാഡ്. അത് ഇവിടെ വന്ന് പാട്ട് പാടുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. 24/7 24 മണിക്കൂറും എനിക്ക് ദൈവത്തോട് ഒരു പ്രതികരണമേ ഉള്ളൂ, വർഷിപ്പ്. അതാണ് വർഷിപ്പ്. വർഷിപ്പ് എന്ന് പറയുന്നത്, ഒരു പാസ്റ്ററോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ വർഷിപ്പ് എപ്പോഴാണ് തീരുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, 11 o'clock our service ends and worship starts. 11 മണിയാകുമ്പോൾ ഞങ്ങളുടെ സർവീസ് തീരും, അന്നേരം തൊട്ട് വർഷിപ്പ് തുടങ്ങുമെന്ന്. എന്ന് വെച്ചാൽ എന്താ? പിന്നെ അടുത്ത ഞായറാഴ്ച വരെയും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് തന്നെയാണ്? ഹി ഈസ് വർഷിപ്പിംഗ് ഗാഡ്. വർഷിപ്പ് എന്ന് പറയുന്നത്, ഇപ്പം വന്ന് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാട്ട് മാത്രമാണെന്നുള്ളൊരു ചിന്തയിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിലൊരു ഉപദേശം പറയുന്നത്, ഇത്രയും നേരം നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയായിരുന്നു, ഇനി അല്പസമയം നമുക്ക് ആരാധിക്കാം. ഇത്ര നേരം ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ പിന്നെ എന്തെടുക്കുകയായിരുന്നു? കാര്യം വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ചിന്ത എന്താണ്? പാട്ട്. വർഷിപ്പ് ടീം കം. വർഷിപ്പ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ വർഷിപ്പ് ലീഡർ എന്നൊക്കെ പറയുമല്ലോ. നമുക്ക് പാട്ട് ലീഡ് ചെയ്യാൻ പറ്റും, വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റുകയില്ല. വർഷിപ്പ് എന്ന് പറയുന്നത് ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടുണ്ടാകുന്ന പ്രതികരണമാണ്. അത് ലീഡ് ചെയ്യാനൊന്നും പറ്റില്ല. പാട്ട് ലീഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ കാലയളവിലൊരു വലിയൊരു പ്രോബ്ലം ഉണ്ടായിരിക്കുകയാണ്, വർഷിപ്പ്. അതോ ആത്മാർത്ഥത്തോടെ ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ മിക്കതും ഇപ്പോൾ പ്രൊഫഷണലാണ്. ആഫ്രിക്കയിലൊക്കെ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും 3 മണിക്കൂർ സഭായോഗം ഉണ്ടെങ്കിൽ, ഞാനുള്ള അസംബ്ലി സ്കൂളിലെ പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുന്ന സമയത്തെല്ലാം ഞാൻ അവരോട് പറയും, ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സഭയിൽ ദൈവവചനം പ്രസംഗിക്കണം. അവർ ദൈവവചനമൊന്നും പ്രസംഗിക്കത്തില്ല. 3 മണിക്കൂർ സഭായോഗം നടന്നാൽ 2.5 മണിക്കൂർ പാട്ട്, 15 മിനിറ്റ് സ്വോത്ര കാഴ്ച, 15 മിനിറ്റ് പ്രസ്താവന, യോഗം തീർന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പാസ്റ്റർ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം അത് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള ഉത്സാഹം നമുക്ക് അനിവാര്യമായിരിക്കുകയാണ്. നമ്മുടെ സഭകളിൽ ഞാൻ ചിലപ്പോൾ അവരോട് പറയും, പാട്ട് പാടണമെങ്കിൽ നിങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് പാടാം, അടുക്കളയിൽ നിന്നും പാട്ട് പാടരുതോ?
പാട്ടിന് വേണ്ടി മാത്രമാണ് വരുന്നതെങ്കിൽ. പക്ഷെ നമ്മൾ കൂട്ടായ്മയായി വരുമ്പോൾ ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നതായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൂട്ടായ്മകളിൽ മുഴങ്ങിക്കേൾക്കണം. ഹല്ലേലൂയ. വളരെ അനിവാര്യമായ കാര്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഈ ട്രസ്റ്റ് നമുക്കുണ്ടാകുന്നതിന് പകരം ദൈവത്തിനുണ്ടാകണമെങ്കിൽ എൻ്റെ ട്രസ്റ്റ് നീങ്ങിപ്പോയാലേ പറ്റുള്ളൂ. പരീശൻ്റെ പ്രശ്നം അവൻ നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നുള്ളത് അവൻ്റെ വെർച്യുവായിട്ട് അവനതൊരു വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അവൻ പറയുന്നത്, ഇനി എനിക്ക് ദൈവത്തിന് എന്നെ സഹായിച്ചാൽ എന്താ ഇത്ര വലിയ പ്രശ്നം? ഞാൻ നേടുന്നതിലൊക്കെ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് കൊടുക്കുന്നത് എന്ന് നമ്മൾ പറയുന്നതുണ്ടല്ലോ, ദൈവത്തിന് എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല വലിയ പ്രധാനമായ കാര്യമെന്നാണ് എൻ്റെ ചിന്ത. കാരണം ദൈവം നോക്കുന്നത് എന്താ? ഞാൻ ഈ കർത്താവ് ഭണ്ഡാരത്തിൽ പണമിടുന്ന ആളുകളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭം വേദോസത്തിനുണ്ടല്ലോ. അപ്പം ആദ്യം ഒരാൾ വന്നു, അയാൾ 10 രൂപ ഇട്ടു. അപ്പം കർത്താവ് നോക്കിയപ്പോൾ അവൻ്റെ പോക്കറ്റിൽ 100 രൂപ കിടപ്പുണ്ട്. അവൻ ദശാംശം ഇട്ടതാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റിലുള്ളതിൻ്റെ ദശാംശം. വേറൊരാൾ വന്ന് 100 രൂപ ഇട്ടു. കർത്താവ് നോക്കിയപ്പോൾ അവൻ്റെ പേഴ്സിനകത്ത് 1000 രൂപ ഇരിപ്പുണ്ട്. വേറൊരാൾ വന്ന് 1000 രൂപ ഇട്ടു. കർത്താവ് നോക്കിയപ്പോൾ അവൻ്റെ വീട്ടിൽ 10,000 ഇരിപ്പുണ്ട്. വേറൊരുത്തൻ 10,000 രൂപ സംഭാവന ചെയ്തു. കർത്താവ് നോക്കിയപ്പോൾ 1,00,000 അവൻ്റെ SB അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഇനി ഒരുത്തൻ 1,00,000 അങ്ങ് കൊടുത്തപ്പോൾ കർത്താവ് നോക്കിയപ്പോൾ അവന് 1 കോടി FD കിടപ്പുണ്ട്. കർത്താവ് പറഞ്ഞു, ഇവരൊന്നും കൊടുത്തൊന്നും എൻ്റെ മനസ്സിൽ കണക്കിലൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു വിധവ വന്നു. വിധവ വന്നിട്ട് 2 കാശ്. കർത്താവ് പറഞ്ഞു, ഇവളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. എന്താ കാര്യം? കർത്താവ് നോക്കി, ഇവളെ 2 ഇട്ടു. ഇവിടെ പോക്കറ്റിൽ എത്ര ഉണ്ട്? ഒന്നുമില്ല. ഇവിടെ വീട്ടിലോ? ഒന്നുമില്ല. ബാങ്ക് അക്കൗണ്ടോ? അവൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. അവൾക്കുള്ളത് മുഴുവൻ കൊടുത്തു. കർത്താവ് പറഞ്ഞു, ഇവളെ ഏറ്റവും കൂടുതൽ ഇട്ടത്. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എത്ര കൊടുത്തെന്നല്ല കർത്താവ് നോക്കുന്നത്, നിങ്ങൾ എത്ര അമക്കിയെന്നാണ് കർത്താവ് നോക്കുന്നത്. കർത്താവ് കൊടുക്കുന്നത് നമ്മൾ എത്ര ബാക്കി വച്ചിരിക്കുന്നു എന്നാണ്, അല്ലാതെ കൊടുക്കുന്നതല്ല കർത്താവ് നോക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എത്ര ബാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. ദശാംശം കൊടുക്കുന്നതിലോ വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയെ സഹായിക്കുന്നതോ ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശനം തരുമെന്നൊന്നും ആരും ചിന്തിക്കണ്ട. ഒരിക്കലും ഒരു ദൈവദാസൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ? പിന്നെ ഞാൻ പോകും. അതെന്താ? കഴിഞ്ഞ പ്രാവശ്യം പള്ളി പണിതപ്പോൾ $10,000 ഞാൻ കൊടുത്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, $10,000 സ്വർഗത്തിലെ ഒരു സീറ്റ് കർത്താവ് വിൽക്കുമെന്ന് തോന്നുന്നില്ലെന്ന്. ഹല്ലേലൂയ. പണം കൊടുക്കുന്നതിനല്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയാണ്. ഇത് ആരുടെ പണമാണ്? ദൈവത്തിൻ്റെ. ദൈവം പറയുന്നത് കൊടുക്കുക. നിങ്ങൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത് പറ്റുള്ളൂ. നമ്മൾ റിലീജിയൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമാവുകയാണ്. കാര്യം റിലേഷൻ നഷ്ടപ്പെട്ടു പോകുന്നു. യു ഗെറ്റ് മൈ പോയിന്റ്? അപ്പോൾ അതുകൊണ്ട് ആ റിലേഷനിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വലാകും. സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കും. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവയത് തിരിച്ചറിയുന്നു. ഹാബേലിനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടായിരുന്നത് റിലേഷനാണ്. അവൻ പറയുകയാണ്, ലോർഡ്, ഞാൻ നിൻ്റെ അടുത്ത് കൊണ്ടുവന്നതൊന്നും ഒരു വിഷയമല്ല. കാരണം എനിക്ക് ആശ്രയിക്കാനൊന്നുമില്ല. ഈ ആട്ടിൻകുട്ടിയെപ്പോലെ ഞാൻ നിൻ്റെ യാഗപീഠത്തിൽ കിടക്കുകയാണ്. ഞാൻ നിൻ്റെ വകയാണ്. അതാണ് ഫെയ്ത്ത്. നിനക്കെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ദാറ്റ് ഈസ് ഫെയ്ത്ത്.